നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ആന്റണി തോമസ്. ഞാൻ വെൽകെയർ ഹോസ്പിറ്റൽ വൈറ്റ്ലയിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ആണ്. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിഡ്നി സ്റ്റോൺസ് ഓപ്പറേറ്റ് ചെയ്യാൻ ചെയ്യുന്ന പ്രൊസീജിയറാണ് RARS, റെട്രോഗ്രേഡ് ഇൻട്രാ റീനൽ സർജറി. മൂത്രനാളി വഴി പോയി മുറിവുകളൊന്നും ഇല്ലാണ്ട് കിഡ്നിക്കകത്ത് പോയി വളഞ്ഞിട്ട്, അതായത് കിഡ്നിയുടെ എല്ലാ അറയുടെ ഉള്ളിലും പോയി നോക്കി സ്റ്റോണിനെ ലേസർ വെച്ച് പൊടിക്കുന്ന സർജറിക്കാണ് RARS എന്ന് പറയുന്നത്. വെൽകെയർ ഹോസ്പിറ്റലിൽ ഇന്ന് നമുക്ക് 2 ലേസേഴ്സ് ഉണ്ട്. ഒന്ന് ഹോൾമിയം ലേസറാണ്, 60 വാട്ടിന്റെ ഹോൾമിയം ലേസറും അതിന്റെ കൂടെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് തൂലിയം ഫൈബർ ലേസർ, 60 വാട്ട് തൂലിയം ഫൈബർ ലേസറും ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റോൺസിനെ പെട്ടെന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ വലിയ സ്റ്റോൺസിനെ നമുക്ക് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇനി പണ്ട് ചെയ്തിരുന്ന വെച്ചാൽ PCNL, പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്ടമി, അതായത് ഈവൻ ചെറിയ സ്റ്റോൺസിന് വരെ നമ്മൾ കിഡ്നീനെ ചെറിയ ഒരു കീ ഹോൾ വഴി തുളച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് കിഡ്നീനെ തുളയ്ക്കേണ്ട ആവശ്യം തന്നെയില്ല. മൂത്രനാളി വഴി പോയി മുറിവുകളൊന്നും ഇല്ലാണ്ട് തന്നെ കിഡ്നി സ്റ്റോൺസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പോഴത്തെ ലേസേഴ്സിന്റെ മെച്ചെന്ന് വെച്ചാൽ പണ്ട് ഒരു 2 മണിക്കൂറൊക്കെ എടുത്തിരുന്ന സമയത്ത് ഇന്ന് 1-1 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ സ്റ്റോൺസിനെ കംപ്ലീറ്റ്ലി ഫ്രാഗ്മെന്റ് ചെയ്ത് വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റും. ആ കഷ്ണങ്ങൾ നമുക്ക് പുറത്ത് എടുക്കേണ്ട ആവശ്യം തന്നെയില്ല. മൂത്രം സ്റ്റെന്റ് ഒക്കെ ഇട്ട് സ്റ്റെന്റിന്റെ സൈഡിൽ കൂടെ തന്നെ സ്റ്റോൺസ് എല്ലാം പോയി തീരും. അപ്പൊ ഇന്ന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. PCNL ഇപ്പൊ ചെയ്യുന്നത് സ്റ്റാഗ് ഹോൺ സ്റ്റോൺ എന്ന് പറയും. അതായത് കിഡ്നിയുടെ ഉള്ളിൽ എല്ലാ അറയുടെ ഉള്ളിലും നിറഞ്ഞു കിടക്കുന്ന സ്റ്റോൺസ് ഉണ്ടെങ്കിലാണ് PCNL നമ്മൾ ഇന്ന് ചെയ്യും. അല്ലാണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു സ്റ്റോണിന് വേണ്ടിയോ അല്ലെങ്കിൽ 2 സ്റ്റോണിന് വേണ്ടിയോ നമുക്ക് കിഡ്നി തുളയ്ക്കേണ്ട ആവശ്യം തന്നെയില്ല. സ്റ്റോൺസ് റെഗുലർ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് റെഗുലർ ചെക്കപ്പ് ചെയ്യണം. അതായത് വർഷം സ്കാനുകൾ ചെയ്യണം. വർഷം യൂറിക് ആസിഡും ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവലും കാര്യങ്ങളൊക്കെ അമിതമായ ഗ്ലൂക്കോസ് ലെവലിൽ വേണം നിൽക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധാരണ ചെയ്യും. സ്റ്റോണിന്റെ ലക്ഷണങ്ങൾ എന്താണ്? അതായത് ഈ സ്റ്റോൺ യൂറേറ്ററിൽ വന്ന് തടഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അബ്ഡോമിന്റെ ഈ ഭാഗം, ഫ്ലാങ്ക് എന്ന് പറയും, ഈ ഒരു ഏരിയയിലായിരിക്കും നമുക്ക് പെയിൻ ആദ്യം തോന്നുക, അപ്പർ ഭാഗം. അവിടെ നിന്ന് ആ പെയിൻ താഴേക്ക് വരുന്ന ഒരു ഫീലിംഗ്, ലോയിൻ ടു ഗ്രോയിൻ പെയിൻ എന്നാണ് നമ്മൾ പറയാം. താഴേക്ക് ഈ സ്റ്റോൺ താഴെ പോകുമ്പോൾ വരുന്ന ഒരു സിവിയർ പെയിൻ ആണ് ഒന്നാമത്തെ കാര്യം. അതിന്റെ കൂടെ തന്നെ വോമിറ്റ് ചെയ്യാൻ, ഛർദ്ദിക്കാനുള്ള ഒരു ഇത് തോന്നും. യൂറിൻ പാസ് ചെയ്യുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ, അതായത് യൂറിൻ പാസ് ചെയ്യുമ്പോൾ രക്തത്തിന്റെ അംശം കാണാം, അല്ലെങ്കിൽ യൂറിൻ പഴയതുപോലെ പോവാണ്ട് ചെറിയ പതുക്കെ പോവാം. ഇതൊക്കെയാണ് സാധാരണ സ്റ്റോൺ കാണുമ്പോഴുള്ള ലക്ഷണങ്ങൾ. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ഉടനെ അടുത്തുള്ള ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പോകണം. ഏറ്റവും ഉചിതമായ ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CT സ്കാൻ ആണ്. CT സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് കല്ലുണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റും. മാത്രമല്ല വേറെ സ്റ്റോൺസുകൾ കിഡ്നിക്കകത്തുണ്ടോ, അല്ലെങ്കിൽ ഈ സ്റ്റോണിന്റെ എക്സാക്ട് വലിപ്പം. ഈ വലിപ്പത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോൺ 4 മില്ലിമീറ്ററിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ യൂഷ്വലി സർജറി ആരോടും പറയാറില്ല. നമ്മൾ ഒരു 1 വീക്കോ അല്ലെങ്കിൽ ഒരു 10 ഡേയ്സോ മരുന്ന് കഴിച്ചിട്ട് വരാൻ പറയും. സ്റ്റോൺസ് പോകാനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കും. പക്ഷെ അതിനേക്കാളും കൂടുതൽ സൈസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പേഷ്യനോട് പറയും ഈ സ്റ്റോൺ ഇനിയും വേദന ഉണ്ടാക്കാം, അപ്പൊ നിങ്ങൾക്ക് ഇനി വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് അഡ്മിറ്റ് ആയാൽ മതി എന്ന് ഞങ്ങൾ പറയാം. നമ്മൾ CT സ്കാൻ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ, ക്രിയാറ്റിനിൻ അതായത് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, പിന്നെ യൂറിൻ അനാലിസിസ്, ഇത്രയും ടെസ്റ്റുകൾ എന്തായാലും നമ്മൾ സ്റ്റോൺ വർക്കപ്പിന്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്.